ശരീരത്തിൽ ആത്മാവിന് വേർപെടുത്തപ്പെടുകയാണ്. ആരും അറിയുന്നില്ല. അതേ, എല്ലാം കഴിഞ്ഞുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് പോയി. സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് പോയി. അന്നവിടെ സീപ്പർ പോലും കടന്നു വന്നില്ല. രാത്രി ഏറെ വൈകിയിട്ടാണ്. 5ാമത്തെ ഷോയായിരുന്നു. സർവരും വൈകിപ്പോയി. 12 മണി സമയമായി. എല്ലാവരും തിയേറ്റർ അടച്ചു പോയി. പിറ്റേ ദിവസം രാവിലെ തിയേറ്റർ തൂക്കാൻ വേണ്ടി അവിടെ കിടക്കുന്ന പാൻപരാഗിന്റെ കവറ്, അവിടെ കിടക്കുന്ന സിഗരറ്റിന്റെ കുത്തികള്, അത് തൂത്തെടുക്കാമെന്ന സീപ്പർ വന്നു നോക്കുമ്പോ ബാൽക്കണിയിൽ ഒരു മനുഷ്യൻ കാലിന് മുമ്പിലുള്ള കസേരയിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് കൈ കണ്ടും കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് മനുഷ്യനാണ് ഇവൻ? നമസ്കരിച്ചവനാണ്. ഇശാ നമസ്കരിച്ച മനുഷ്യനാണ്. അവനെ പള്ളിയിൽ ജമാഅത്തിന് കണ്ട മനുഷ്യനാ. പക്ഷെ അരമണിക്കൂറിന് ശേഷം അതാ സിനിമാ തിയേറ്ററിലേക്ക് പോയി പടം കണ്ടുകൊണ്ടിരുന്നപ്പോ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലയോ? എത്ര മോശമാണ്. എവിടേക്കാണ് അവന്റെ ആത്മാവിനെ കൊണ്ടുപോയിട്ടുണ്ടാവുക? സിജ്ജീനിലേക്കാണോ അതോ എല്ലീനിലേക്കാണോ? മോശപ്പെട്ട രീതിയിൽ മരണം നമുക്ക് വരരുത് എന്ന് ചിന്തിക്കണ്ടയോ പ്രിയപ്പെട്ട പനൂരിലുള്ള ഉമ്മ? ഇശാ നമസ്കരിച്ചിട്ട് സീരിയൽ കാണുന്ന ഉമ്മ, മഗ്രിബ് നമസ്കരിച്ച് തസ്ബീഹ് പിടിച്ചുകൊണ്ട് സിനിമയുടെ മുന്നിലേക്ക് കയറിയിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ, ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയും കളിച്ചുകൊണ്ടിരിക്കുമ്പോ, അത് കണ്ടുകൊണ്ടും രസിച്ചുകൊണ്ടും ഇരിക്കുമ്പോ ഒരു കാര്യം നിന്റെ മനസ്സിന്റെ കത്തളത്തിൽ നീ കോറിയിടണേ. ഇതൊന്നും എനിക്ക് ആഖിറത്തിലേക്ക് ഗുണമുള്ളതല്ല. പരിശുദ്ധമായ ഖുർആൻ കൈകൊണ്ട് തൊടണേ. ഇന്ന് നമുക്ക് സ്വന്തമായ ഖുർആൻ എവിടെയാണുള്ളത്? എന്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എനിക്ക് സ്വന്തമായ ഖുർആൻ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ വാപ്പ പറഞ്ഞിരുന്നു എന്റെ ഖുർആനാണടാത്. നമ്മുടെ ഉമ്മ പറഞ്ഞിരുന്നു ഓരേ ആ ഖുർആൻ ഇങ്ങെടുക്ക്, അതെന്റെ ഖുർആനാണ് എന്ന് ഉമ്മ പറഞ്ഞിരുന്നു. പക്ഷെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പറയാൻ പറ്റുന്നത് പോലെ 5 ശിശു ഉള്ളതാകുന്ന ഖുർആനുമായി മദ്രസയിലേക്ക് രാവിലെ വാപ്പയുടെയും ഉമ്മയുടെയും കവളത്ത് ചുംബനം കൊടുത്തുകൊണ്ട് ഇറങ്ങിപ്പെടുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് പറയാൻ പറ്റുന്നത് പോലെ ഇതെന്റെ ഖുർആനാണെന്ന് അവകാശപ്പെടാൻ 20 വയസ്സിന് മുകളിലോട്ട് 50 വയസ്സ് വരെയുള്ളവർക്കില്ല. ഇതെന്നെ ഖുർആനാണെന്ന് പറയാൻ നിനക്ക് സ്വന്തമായൊരു ഖുർആനുണ്ടോ? ആ ഖുർആൻ നീ പാരായണം ചെയ്യലുണ്ടോ? എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു മനുഷ്യനെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ച് ആ ഖബറിൽ വെച്ചുകൊണ്ട് അവന്റെ മുന്നിലേക്ക് ഇതാ കടന്നു വരുകയാണ്. ഇന്ന റജുല യൽഖാ സാഹിബഹു. ഖബറിലേക്ക് ഒരു മനുഷ്യൻ കടന്നു ചെല്ലുമ്പോ അതാ ഖബറിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യനെ കാണുകയാണ്. ആ മനുഷ്യൻ അവന്റെ മുന്നിലേക്ക് കടന്നു വരുകയാണ്. നല്ല താടിയുള്ളതാകുന്ന രൂപത്തില്, നല്ല തലയെക്കെട്ട് കെട്ടിയതാകുന്ന രൂപത്തില്, വെള്ള വസ്ത്രം ധരിച്ചതാകുന്ന രൂപത്തില്, നല്ലതാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് കടന്നു വന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ചോദിക്കുമത്രേ, ഹൽ താരിഫുനി, നിനക്കെന്നെ അറിയുമോ? ഫയുഖാലു ലഹു, അവനോട് പറയപ്പെടും അത്രേ, ലാ അരിഫു, എനിക്ക് നിന്നെ അറിയുകയില്ല, എനിക്ക് നിന്നെ മനസ്സിലായിട്ടില്ല. ഒരുപാട് കാലം കഴിഞ്ഞിട്ട് കാണുന്ന ഒരു മനുഷ്യനോട് ചോദിക്കുന്ന പോലെ, ഹൽ താരിഫുനി, നിനക്കെന്നെ അറിയില്ലേ? എനിക്കറിയില്ലല്ലോ, ആരാണ് നിങ്ങൾ? വീണ്ടും ചോദിക്കും, ഹൽ താരിഫുനി, അറിയില്ലേ? ഫയുഖാലു ലഹു, പറയുമത്രേ, ലാ അരിഫുക, എനിക്ക് നിന്നെ അറിയുകയില്ല. ഫയഖൂലു റജുൽ, ആ മനുഷ്യന് പറയുമത്രേ, അന സാഹിബുകൽ ഖുർആൻ, അന സാഹിബുകൽ ഖുർആൻ الذي عظمتك في الهواجر واسهرت ليلك. പാതിരാത്രി സമയത്ത് ഉറക്കമൊഴിച്ചുകൊണ്ട് നീ ഓതിയതാകുന്ന പരിശുദ്ധമായ ഖുർആനില്ലയോ? ആ വിശുദ്ധമായ ഖുർആനാണ് ഞാൻ, പരിശുദ്ധമായ ഖുർആനാണ് ഞാൻ. എത്രയോ രാവുകളിലാണ്, തണുപ്പുള്ളതാകുന്ന രാവുകളിൽ നീ വധുവെടുത്തുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഓതിയില്ലയോ? ആ ഖുർആനാണ് ഞാൻ, അന സാഹിബുകൽ ഖുർആൻ, ഞാനാണ് നിന്റെ ഖുർആൻ. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ജീവിതത്തിൽ ഖുർആൻ ഓതിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഖുർആൻ ഓതിയവരെത്തവര് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽ-കഹ്ഫ് സൂറത്ത് പോലും വെള്ളിയാഴ്ച ദിവസം പോലും ഓതാത്തവരായി മാറി. ആരാണ് നമ്മൾ? ഖുർആന്റെ വാഹകരാണ്. അൽ-കഹ്ഫ് സൂറത്ത് കുറഞ്ഞത് 3 പ്രാവശ്യം ഓതണമെന്നാണ് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ ഫത്ഹുൽ മുഈനിൽ രേഖപ്പെടുത്തിയത്. ഒന്ന് വെള്ളിയാഴ്ച രാവ്, മറ്റൊന്ന് വെള്ളിയാഴ്ച സുബഹി കഴിഞ്ഞതിന് ശേഷം, പിന്നൊന്ന് ജുമുഅയ്ക്ക് തൊട്ട് മുമ്പ്. ഇങ്ങനെ 3 രീതിയിലായിട്ട് ഓതി തീർക്കാം. ഒരു പ്രാവശ്യം പോലും ഓതാത്തവരാണ് നമ്മൾ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എത്ര വലിയ ശ്രേഷ്ഠതയാണ് ആ സൂറത്തുകൾക്കൊക്കെ ഉള്ളത്.
ആരാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നവർ? ജീവിതത്തിൽ പരിശുദ്ധമായ ഖുർആൻ ആരാണ് ഓതുന്നവർ? യാസീൻ സൂറത്തും ഒരു സൂറത്തുൽ മുൽക്കും ഒരു ഇദാവക്കാത്തിയ സൂറത്ത് പോലും ഓതാത്ത എത്രയോ ആളുകളുണ്ട്, എത്രയോ കുടുംബങ്ങളുണ്ട്. എന്നാൽ അത് മുറുകെ പിടിക്കുന്ന അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകളുമുണ്ട്. അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. അതുകൊണ്ട് മാത്രമായില്ല, ഖുർആൻ ശരിക്കും ഓതണം. നമ്മൾ ഖുർആൻ നല്ലതുപോലെ നമ്മൾ ഓതണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യുദ്ഫഉൻ മുസ്തമിൽ ഖുർആനി ബൽ വദുനിയാ. പരിശുദ്ധമായ ഖുർആൻ കേൾക്കുന്നവരില്ലയോ, നീ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരല്ലയോ, നീ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ നല്ല ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് പരിശുദ്ധമായ വശ്യസുന്ദരമായ ഖുർആനിക ആയത്ത് നീ കേട്ടുകൊണ്ടിരുന്നാൽ ആ യാത്രയിൽ നിനക്ക് അപകടമുണ്ടാവുകയില്ല. ഇത് ലോകത്തിന്റെ നായകന്റെ അധ്യാപനമാണ്. കാറിൽ നീ കാർ റീഡർ പിടിപ്പിച്ചോ, അല്ലെങ്കിൽ നിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് കാറിലേക്ക് കണക്ട് ചെയ്തിട്ടോ പരിശുദ്ധമായ ഖുർആനോദനെ വഅദുകൾ കേട്ടുകൊണ്ട് യാത്ര ചെയ്യണേ. അങ്ങനെ നീ പോയി കഴിഞ്ഞാലോ യുദ്ഫഉൻ മുസ്തമിൽ ഖുർആനി ബൽ വദുനിയാ. ഭൗതിക ലോകത്തെ വിപത്തുകളെ തൊട്ട് അല്ലാഹു കാക്കും സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആക്സിഡന്റ് ഒന്നും ഉണ്ടാവൂല, നീ നിന്റെ രീതിക്ക് പോകണം. ഇപ്പൊ കണ്ടില്ല ഓരോ പിള്ളേർ എഞ്ചിനീയറിംഗ് കുട്ടികൾ അല്ലെങ്കിൽ ഇന്ന കുട്ടികളൊക്കെ ഒക്കെ മറിയുന്ന അവിടെ മറിയുന്ന എന്താ സംഭവം? ജിമിക്കി കമ്മൽ തുള്ളിച്ചാടിക്കൊണ്ട് പോയിട്ടാ. അല്ലാഹു ആക്കട്ടെ. അല്ലാതെ ഇവിടെ ദീനിന്റെ ആൾക്കാർ ഏതെങ്കിലും സിയാറത്തിന് പോയവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൽമിന്റെ മേഖലകൾക്ക് പോയവരോ ആരെങ്കിലും കൊക്കെ മറിഞ്ഞിട്ട് പോയിട്ടുണ്ടോ? പോയിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കാത്തത് എന്ത്? കാരണം എന്താ? അവരാ വണ്ടിയിൽ എന്താണ് സലാത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കും പോവാ, ദിക്ർ ചൊല്ലിയിട്ടായിരിക്കും പോവാ. മറ്റേത് ജിമിക്ക് കമ്മലേട്ടാ പോയത്. അല്ലാഹു ആക്കട്ടെ. അപ്പൊ കമ്മലിട്ട് കൊടുക്കും, താഴോട്ട് കൊക്കയിലോട്ട് മറിഞ്ഞു. അല്ലാഹു ആക്കട്ടെ. ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാ. വണ്ടിയിലോട്ട് കയറിയ ഉടനെ ഇത് വാതിന്റെയാണ്, ഇത് മാറ്റി ഖുർആനൊത്തൊന്നും വേണ്ട, വേറെ പാട്ട് വല്ലതും കണ്ടിട്ട് പാട്ടിട്ടിട്ട് എല്ലാവർക്കും അടിച്ചു പൊളിച്ചു പോകണം. ഒരു വണ്ടി എടുത്ത എല്ലാവർക്കും പിന്നെ അതാ രസം. സിനിമാപ്പാട്ട് വേണം. ഉസ്താദിനെ എങ്ങനെയെങ്കിലും ദ്വാരക്കാൻ വേണ്ടി അങ്ങോട്ട് കയറ്റുമ്പോൾ ഓളിയും കുറച്ചൊക്കെ അത് ഓഫി പാട്ട് ഉസ്താദിന് വേണ്ടി പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്ത ഒരു വാതിലിട്ട് കൊടുക്കും. ഉസ്താദ് ഇത് കേട്ടു നോക്കി, ഭയങ്കര സംഭവമായിട്ട്. തൊട്ടിപ്പുറത്ത് ഉസ്താദ് നോക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ക്യാസറ്റുകൾ ഏതാ ഓരോ സിനിമയുടെ ക്യാസറ്റ് മൊത്തം ഇവിടെ ഇരിപ്പുണ്ട്. മിക്കവരുടെ വീട്ടിലോട്ട് കയറി ചെന്നാൽ മതിയല്ലോ. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എന്താണ് സ്ഥിതി? അള്ളാഹു നമ്മളെ നന്നാക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഅൻ താലിൽ ഖുർആനി ബൽ വൽ ആഖിറ. ആഖിറമാകുന്ന ഖബർ ജീവിതം മുതൽ നിനക്ക് രക്ഷപ്പെടണോ ഖബർ മുതലയോ ആഖിറം തുടങ്ങുന്നത്. അവിടെ മുതൽ നിനക്ക് രക്ഷപ്പെടണോ പരിശുദ്ധമായ ഖുർആൻ നീ ഓതണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഓതണം. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് നബിയേ? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് നബിയേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അൽ ഹാൽ വൽ മുർതഹീൽ. അൽ ഹാൽ വൽ മുർതഹീൽ. അൽ ഹാൽ വൽ മുർതഹീൽ, ഹാലിൽ നടക്കലാണ്. എന്താ ഹാല് മുർതഹീൽ? ഫഖീല, നബി തങ്ങളോട് ചോദിക്കപ്പെടുകയാണ്, വമൽ ഹാലു വൽ മുർതഹീൽ, എന്താണ് ഹാൽ എന്ന് പറഞ്ഞാൽ, എന്താണ് മുർതഹീൽ എന്ന് പറഞ്ഞാൽ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുത്തു അത്രേ, ഇദാ ഖതമ ഖതമതൻ ഇസ്തഅനഫ ഖതമതൻ ഉഖറാ. പരിശുദ്ധമായ ഖുർആൻ ഒരു പ്രാവശ്യം ഓതി തീർത്താൽ വീണ്ടും ഖുർആൻ തുടങ്ങി വെക്കുന്നവരാണ്, വീണ്ടും ഫാത്തിഹ സൂറത്ത് മുതൽ തുടങ്ങുന്നവരാണ്, വീണ്ടും ഖുർആൻ തീർക്കുന്നവരാണ്, വീണ്ടും ഫാത്തിഹ മുതൽ തുടങ്ങി വെക്കുന്നവരാണ്, വീണ്ടും ഖത്മ് തീർക്കുന്നവരാണ്, വീണ്ടും ഫാത്തിഹ മുതൽ തുടങ്ങി വെക്കുന്നവരാണ്. ഇങ്ങനെ ചെയ്യുന്നതാകുന്ന ആളിനെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഖബറിലേക്ക് വരുന്ന മനുഷ്യൻ, ഖബറിൽ വരുന്നതാകുന്ന മനുഷ്യൻ ഒരു മനുഷ്യനെ കാണുകയാണ്.
അവിടെ അതാ ഒരു മനുഷ്യന്റെ കോലത്തിൽ നിൽക്കുകയാണ്. ആ മനുഷ്യൻ ചോദിക്കുകയാണ്, ഹൽ താരിഫുനി, നിനക്കെന്നെ അറിയില്ലയോ അറിയില്ലയോ? ഫയുഖാലു ലഹു, പറയപ്പെടുമത്രേ, ലാ അരിഫുകുമാ അരിഫുക്, എനിക്ക് നിന്നെ അറിയില്ല എന്ന് പറയുമ്പോ അവന് പറയുകയാണ്, അന സാഹിബുക്കൽ ഖുർആൻ, ഞാനാണ് നിന്റെ വിശുദ്ധ ഖുർആൻ. നീ ഉറക്കമടിച്ചുകൊണ്ട് ഖുർആൻ ഓതിയത് എന്നെയാണ് നീ പാരായണം ചെയ്തത്. നിന്റെ കൂടെ ഞാനുണ്ട്, ഇനി മുതൽ അങ്ങോട്ടുള്ള എല്ലാ യാത്രകളിലും ഞാനുണ്ട്. വയൂദഉ അലാ റഅസിഹി താജുൽ വഖാർ, അവന്റെ തലയിലേക്ക് വഖാറിന്റെ ഗാംഭീര്യത്തിന്റെ ഒരു കിരീടത്തെ അല്ലാഹു ധരിപ്പിക്കുമത്രേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ കാര്യം? ഖുർആൻ ഓതിയവനാണ്, ജീവിതത്തിൽ ഒരുപാട് സുഹൃതങ്ങൾ അനുഷ്ഠിച്ചവനാണ്. അവന്റെ തലയിലേക്ക് ഒരു കിരീടം കൊണ്ട് വെച്ചു കൊടുക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വല്ലാത്ത പ്രകാശമാണ്, വല്ലാത്ത പ്രകാശമാ പരിശുദ്ധമായ ഖുർആൻ മനഃപാഠമാക്കിയതാകുന്ന മക്കളില്ലയോ? വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ ഉൾക്കൊണ്ടുന്ന മക്കളില്ലയോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുത്തല്ലിമീങ്ങളെ, ഹിഫ്ള് പഠിക്കുന്നതാകുന്ന പൊന്നുമക്കളെ, ചെറിയ പുണ്യമല്ല ഖുർആൻ ഓതുക എന്നുള്ളത്. ആ മക്കള് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുകയല്ലയോ? സുബഹി നമസ്കരിച്ചിട്ട് വൈകുന്നേരം വരെ പരിശുദ്ധമായ ഖുർആൻ ഓതുകയല്ലയോ? പുതിയ പാഠവും പഴയ പാഠവും എന്ന നിലയ്ക്ക് ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരെ ഒരു ചെറിയ സൗഭാഗ്യമല്ല. അല്ലാഹുവിന്റെ കലാമല്ലയോ, പരിശുദ്ധ കലാമല്ലയോ? ആ കലാം ഓതാനുള്ള സൗഭാഗ്യം കിട്ടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്,